عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സൂറത്തുൽ ഖിയാമ 75-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഖിയാമ. ഖിയാമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പുനരുദ്ധാന ദിവസം, ഈ ലോകത്തിന് ശേഷമുള്ള മറ്റൊരു ദിവസത്തെ ആണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്ന. മരണശേഷം ലോകത്തെല്ലാ മനുഷ്യരും ആത്മാവ് വീണ്ടും ശരീരത്തെ പ്രാപിക്കുകയും വീണ്ടും ജീവൻ ഉണ്ടാവുകയും ചെയ്യുന്ന, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന പോലെ മനുഷ്യൻ ഞാൻ എത്ര കാലം ഉറങ്ങി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തെയാണ്, ആ ഒരു സന്ദർഭത്തെയാണ് ഖിയാമ, യൗമുൽ ഖിയാമ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമാണ് ഹിസാബും വിചാരണയും സ്വർഗ നരകങ്ങളുടെയൊക്കെ ജീവിതങ്ങളൊക്കെ അങ്ങോട്ട് പിന്നീടുള്ളതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. ലാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മലയാളത്തിലും ഇല്ല എന്ന് പറയുന്ന പോലെ ലാ, ഇല്ല, അങ്ങനല്ല. ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാളുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അത് ഉറപ്പിച്ച് പറയാണ്. അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ലവലേശം സംശയമില്ല, അത് നടക്കുക തന്നെ ചെയ്യും. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. നഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിൻ്റെ തോന്നലുകൾ അത് ശാരീരികമായ തോന്നലുകളാണ്, മാനസികമാണ്. ശരീരത്തിൻ്റെ ഉള്ളിലാണ് മനസ്സെങ്കിലും നമ്മുടെ മനസ്സിനെ നമുക്ക് മൂന്നായിട്ട് വിശുദ്ധ ഖുർആൻ തരംതിരിച്ച് തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നഫ്സുൽ ലവ്വാമ. ലവ്വാമ എന്ന് പറഞ്ഞാൽ വിമർശനാത്മകമായുള്ള ഒരു മനസ്സ്, എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുന്ന, സ്വയം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് നഫ്സുൽ ലവ്വാമ. അത് നഷ്ടപ്പെടുന്നതോടുകൂടെ മനുഷ്യൻ യഥാർത്ഥത്തിൽ പടച്ചവനിലേക്കുള്ള വഴി അടഞ്ഞു പോവുകയാണ്. വിമർശിക്കാനും, പണ്ട് കാലത്ത് ഞാനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരൊക്കെ എങ്ങനെ ആയിരുന്നു, പണ്ട് കാലഘട്ടത്തിൽ ഞങ്ങളുടെ ബാപ്പ വല്യപ്പന്മാരൊക്കെ ആചരിച്ചു പോകുന്ന ചടങ്ങുകളും വഴിപാടുകളും ആചാരങ്ങളുമാണ് ഇതെല്ലാം, ഇതൊന്നും ഞങ്ങൾ മാറ്റി ചിന്തിക്കില്ല എന്ന ഒരു തരം ശാഠ്യം അതിന്ന് വഴിമാറി ഈ തരത്തിലുള്ള ഒരു വിമർശക മനസ്സിലേക്ക് എത്തേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ ഈ അന്ത്യനാളിനെ വിമർശിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ മിക്ക സൂറത്തുകളിലും ഈ വിഷയം കൈകാര്യം ചെയ്ത അന്ത്യനാൾ എന്തുകൊണ്ട്, ഇപ്പം സൂറത്തുൻ നബയിൽ തന്നെ അമ്മയത്തസായലുൻ, അതൊക്കെ നമ്മൾ ഇൻഷിഖാഖ്, പല സൂറത്തുകളിലും ഈ അന്ത്യനാളിനെ അവർ ചോദ്യം ചെയ്യുന്നതിനെ പറ്റി ഇങ്ങനെ വീണ്ടും കാരണം അത് അവരുടെ ഭാഗത്തുനിന്ന് ഏക ടൂൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ തടയിടാൻ അവരുടെ കയ്യിലുള്ള ഏക വടി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഏത്? പരലോകമില്ല, അത് പറഞ്ഞേക്കുക. കാരണം വേറെ ആദ്യം കുറേ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പല രീതിയിൽ പിന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ പല രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളെ തടയിടാൻ അവർ ശ്രമിച്ചു. പക്ഷേ ഒരു നിലക്കും ഇത് സാധിക്കണില്ല. പിന്നെ അവരുടെ കയ്യിലുള്ള അവസാന അടി, ഇനിയിപ്പോൾ ഇതൊന്നും ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഇവരിങ്ങനെ അവർക്ക് ശരി, യഥാർത്ഥത്തിൽ അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി വിമർശിക്കുക എന്നല്ലാതെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നാണ്. നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞ ചീത്ത മനസ്സിനെ പറ്റി, അതുപോലെ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ എൻലൈറ്റൻമെൻറ്റ് എന്നൊക്കെ പറയാറുണ്ട് ഇംഗ്ലീഷിൽ. അതായത് മനുഷ്യൻ നമ്മളൊക്കെ എത്തേണ്ട, ഒരു പക്ഷേ നമ്മളൊക്കെ ഒരു 40 വയസ്സിനൊക്കെ ശേഷമുള്ള ആളുകൾ പ്രത്യേകിച്ചും നമ്മളൊക്കെ എത്തേണ്ടുന്ന ഒരു സ്റ്റേജാണ്, മാനസികമായ അവസ്ഥയാണ്. എല്ലാ തെറ്റുകളിൽ നിന്നും വഴിമാറി തീർച്ചയായും 100% മുസ്ലിമായി മാറേണ്ടുന്ന ഒരവസ്ഥ. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പറയാറുണ്ട് ചെറുപ്പത്തിൽ പോയിട്ട് ഉംറ ചെയ്യണം, ഹജ്ജ് ചെയ്യണം. പക്ഷേ ഹജ്ജ് എന്ന് പറയുന്നത്, ഉംറ ആവാം, ഹജ്ജ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒന്നാണ്. 2-3 പ്രാവശ്യം ചെയ്യുന്നവരുണ്ട്, ചെയ്യണ്ട എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമുക്ക്
മാതൃകയായിട്ട് കാണിച്ചു തന്നിട്ടുള്ളതും. കാരണം ഈ ഹജ്ജ് എന്ന് പറയുന്ന ഹജ്ജോടുകൂടെ നമ്മൾ പിന്നെ അങ്ങോട്ട് നമ്മുടെ ജീവിതം ഒരു പരിശുദ്ധിയുടെ വിശുദ്ധ ജീവിതത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതിവിടെ പറയുന്നത് നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തുന്നതോടുകൂടെ പിന്നെ അങ്ങോട്ട് നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ കണ്ണ് കാണുന്നത് തെറ്റായ ഒന്നും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ല, അല്ലെങ്കിലും പാടില്ല. പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് സ്വയം അത് ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക്, ഒരു അനുഭൂതിയുടെ അവസ്ഥയിലേക്ക്, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിലേക്ക് നമ്മൾ എത്തുന്ന അവസ്ഥയാണ് നഫ്സുൽ മുത്മഇന്ന. ആ ഒരു സംതൃപ്തിയോടുകൂടെ അത് ചെയ്യാം. നമ്മളിപ്പോൾ പലരും പലതും ഉപേക്ഷിക്കുന്നത്, ഇപ്പം മദ്യപാനിയായ ഒരാൾ മദ്യപാനം ഉപേക്ഷിക്കുന്നത് പരലോക ശിക്ഷ ഭയപ്പെട്ടുകൊണ്ടും ചിലപ്പോൾ സമൂഹത്തിൻ്റെ അങ്ങനെ പല നിർബന്ധിത സാഹചര്യത്തിലാണെങ്കിൽ, മദ്യം മുമ്പിലുണ്ടായാലും അതാണ് മദ്യം മുന്നിലുണ്ടായിട്ട് പോലും അത് കഴിക്കാൻ ഒരാളും അറിയില്ല എന്ന തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിട്ടും അള്ളാഹുവോടുള്ള ഹബ്ബിൻ്റെ പേരിൽ, ശിക്ഷക്കപ്പുറം അള്ളാഹുവോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അങ്ങനെ ആ തെറ്റിൽ നിന്ന് മാറി വളരെ സന്തോഷത്തോടെ അതിനെ വിസ്മരിക്കുക, അത് ആ തെറ്റിൽ നിന്ന് വഴിമാറി നടക്കുന്നതിനെയാണ് ആ മുത്മഇന്ന സംതൃപ്തിയോടെ. എന്നാൽ അമ്മാറ എന്ന് പറഞ്ഞ ചീത്ത മനസ്സ്, ആ മനസ്സ് വേറെ. ലവ്വാമ എന്ന് പറഞ്ഞ വിമർശക മനസ്സാണ്. അപ്പം ആ വിമർശക മനസ്സിനെയാണ് ഇതൊക്കെ ഇങ്ങനെ വിമർശിച്ച് നടക്കുക എന്നല്ലാതെ അവരിതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. അയഹ്സബുൽ ഇൻസാനു, നിങ്ങൾ ഇക്കാര്യത്തിലൊക്കെ വിമർശിക്കാനുള്ള മനസ്സ് കാണിക്കുമ്പോൾ ഇതൊന്നും നിങ്ങൾ എന്താ വിമർശിക്കാത്തത്? ഏത് അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ, മനുഷ്യൻ വിചാരിക്കുകയാണ് ഈ ഇദാമുണ്ടല്ലോ, ഇദാമ എന്ന് പറഞ്ഞാൽ ഈ എല്ലുകളുണ്ടല്ലോ, നമ്മളെ മരണശേഷം ഖബറിൽ കിടക്കുന്ന എല്ലുകൾ, ഇതൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടി പിന്നെയും ഇറച്ചിയൊക്കെ വന്ന് ഒരു മനുഷ്യനായിട്ട് രൂപപ്പെടുമോ എന്നിങ്ങനെ വിമർശിക്കുന്ന ആളുകളോട്, വിമർശക മനസ്സുകളോട് ഒരു ചോദ്യം അല്ലാഹ് ചോദിക്കുകയാണ്. ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, നിങ്ങളെ വിരൽത്തുമ്പ് കൃത്യം അല നുസവ്വിയ ബനാന, ആ വിരൽത്തുമ്പ് വരെ എത്ര നുസവ്വിയ, അതിനെ കൃത്യമായി കൃത്യമായി രൂപപ്പെടുത്തിയെടുത്തത്, കുറ്റമറ്റ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിവുള്ളവനായ അള്ളാഹുവെയാണോ? വിരൽത്തുമ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അറിയാം, നമ്മൾ തമ്പാണ്. ഒപ്പിനേക്കാളും വാലിഡായിട്ടുള്ള ഡോക്യുമെൻ്റ് തമ്പാണ്. അതൊരിക്കലും മാറൂല. ഇന്നത്തെ കാലം ഇപ്പോൾ ഒരു പക്ഷേ അറബ് ലോകത്തേക്ക് ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അന്ന് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അറബികളോട് ഇന്ന് AI ടെക്നോളജി വരുമ്പോൾ ഇന്നത്തെ ഏറ്റവും മോഡേൺ സൗകര്യങ്ങളെ വെച്ച് നമുക്കറിയാം ഏതൊരു തമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഡിജിറ്റൽ ലോക്ക് തുറക്കാൻ ഏറ്റവും നല്ല പ്രൂഫ്. ഇന്ന് ബാങ്ക് അക്കൗണ്ടിന് വരെ, ബാങ്കിങ് ആപ്പുകൾക്കൊക്കെ അവർക്കിത് മതി. നമ്മുടെ ഫിംഗർ ഒന്ന് ജസ്റ്റ് വെച്ചാൽ നമ്മുടെ ഐഫോൺ ആവട്ടെ, മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളാവട്ടെ, എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് എത്ര കോടി ജനങ്ങളുണ്ട്. ആരുടെയെങ്കിലും വിരൽ നമ്മളിങ്ങനെ പോവുക, ഓരോ ജില്ലകളും യാത്ര ചെയ്യുക നമ്മുടെ ഫോണുമായിട്ട്, അവരൊക്കെ വിരൽ വെച്ച് നോക്കുക. നമ്മൾ തോറ്റ് മടങ്ങി വരുമെന്നല്ലാതെ നമ്മുടെ വിരലല്ലാതെ, നമ്മുടെ വിരലിലെ ഈ ഒരു കുറ്റമറ്റ ഈ ലൈനുകളുണ്ടല്ലോ, ഈ വരകൾ, അതിൻ്റെ ഫിംഗറിൻ്റെ ആ വരകൾ ലോകത്ത് ഒരു മനുഷ്യൻ്റെ ഒന്നല്ല എന്നുള്ള അത്ഭുതമാണ്. ആലോചിച്ച് നോക്കൂ, ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കൂടുതൽ അത്ഭുതം ഉണ്ടാവും അള്ളാഹു ഇത് പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിമർശന മനസ്സ് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്ക് സഹോദരന്മാരെ എന്നാണ് അള്ളാഹു ഈ ആയത്തുകളിൽ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ, എന്നിട്ട് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാതെ ഇനിയും ഫുജാറിലേക്ക്, കുറ്റങ്ങൾ ചെയ്യാനും മുന്നോട്ടുള്ള ജീവിതത്തിൽ തെറ്റ് ചെയ്യാൻ തന്നെ അവൻ്റെ വിചാരം. ഈ തെറ്റ് ചെയ്യുന്ന കാര്യത്തിലും നമ്മുടെ ഒരു മനസ്സിനെ പറ്റി നമ്മളൊന്ന് ആത്മവിശകലനം ഈ ആയത്തിനെ വെച്ചിട്ട് നമ്മളെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ തെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നമ്മൾ മുമ്പിലിപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പ് നമ്മൾ ആദ്യം ചെയ്യുക അതിനെ ന്യായീകരിക്കുകയാണ്. അതിന് നമുക്കൊരുപാട് ന്യായീകരണങ്ങളുണ്ടാവും ആ തെറ്റ് ചെയ്യാൻ. അത് ഏത് കുറ്റവാളിക്കും അതിനൊരു ന്യായീകരണം ഉണ്ടാവും. അപ്പോൾ കോടതിയിലൊക്കെ വിചാരണ ചെയ്യുമ്പോൾ ഒരു കൊലക്കുറ്റം ചെയ്തവർ വരെ അതിനെ ന്യായീകരിക്കുക ചെയ്യാം. അപ്പോൾ ആ ന്യായീകരണങ്ങൾ കൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. തെറ്റ് തന്നെയാണ്, ഹറാമ് തന്നെയാണ്. കാണരുത് എന്ന് പറഞ്ഞാൽ കാണരുത്, സംസാരിക്കരുത് പറഞ്ഞാൽ സംസാരിക്കരുത്. അത് അതാണല്ലോ അബ്ദ് എന്നുള്ള പൂർണ്ണമായ അടിമ.
ഒരു യജമാനന് പൂർണ്ണ വഴിപ്പെട്ടവനായിരിക്കണമല്ലോ അടിമ. അപ്പോൾ അടിമയെപ്പോലെ അള്ളാഹിൻ്റെ അടിമയായിട്ട്, അള്ളാഹിൻ്റെ അടിമ എന്നുള്ള അപ്പുറം ആബിദ് എന്നുള്ളതിന് പൂർണ്ണമായിട്ടും റബ്ബിന് വേണ്ടി ത്യാഗം ചെയ്തവരാണ് നമ്മൾ. അള്ളാഹ് നമുക്ക് തന്നതിനൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, പക്ഷേ അതിനേക്കാൾ അപ്പുറം അള്ളാഹു നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട്. യസ് അലു, എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, അയ്യാന യൗമുൽ ഖിയാമ, ഈ ഖിയാമത്ത് എപ്പോഴാണ്, ഇതെപ്പോഴാണ് ഈ പറയുന്ന സംഭവം, ധിക്കാരത്തോടെ. ഫഇദാ ബരിഖൽ ബസ്വർ, എന്നാ പറയാ കണ്ണഞ്ചി പോകുന്ന ദിവസം. കണ്ണഞ്ചി പോകുക എന്ന് പറഞ്ഞാൽ, ബരിഖ എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ, നമ്മൾ അങ്ങനത്തെ ലൈഫിൽ നമുക്ക് ജീവിതത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ ഫ്ലൈറ്റ് തകർന്ന് വീഴുക, അതിൻ്റെ ആ ലാസ്റ്റ് മൊമെൻറ്റിലില്ലേ ആളുകളുടെ കണ്ണ് എത്ര ഭയവിഹ്വലമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ അവസ്ഥ, നമ്മളിപ്പോൾ കാറിൽ യാത്ര ചെയ്യുന്ന ഒരു നാഷണൽ ഹൈവേയിലൂടെ പോകുന്നു, പെട്ടെന്ന് കാർ സ്ലിപ്പായിട്ട് മറിഞ്ഞ് വീഴുന്ന ആ ലാസ്റ്റ് നമ്മൾ ICUവിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പുള്ള ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന അവസ്ഥ ജീവിതത്തിൽ ഒരിക്കൽ അത് ഒരിക്കൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ആ ബരിഖൽ ബസർ, കണ്ണ് അഞ്ചിപ്പോകുന്ന, അതായത് നമ്മൾ അത്രയും ഭയവിഹ്വലമായിട്ട് എത്തുന്ന ഒരവസ്ഥയായിരിക്കും ഖിയാമത്ത് നാളിൻ്റെ ദിവസം. വഖസഫൽ ഖമർ, അന്ന് ചന്ദ്രൻ കെട്ടുപോകും. അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ സൂര്യനും ചന്ദ്രനും സകലമാന നക്ഷത്രങ്ങളും കെട്ടുപോവുകയും അണഞ്ഞു പോവുകയും ചെയ്യുന്ന സന്ദർഭമാണ്. വജുമിഅ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒക്കെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്താൽ, അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് കൂട്ടിയിടിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സകലമാന അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് അതെല്ലാം തെറ്റി അതെല്ലാം ഒരുമിച്ച് കൂട്ടി തട്ടി തകർക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്. യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ, എങ്ങോട്ടാന്ന് ഓടിയിട്ട് രക്ഷപ്പെടാൻ പറ്റുക എന്ന് മനുഷ്യൻ ആലോചിക്കും. എന്ന് വെച്ചാൽ ആ ഒരു സന്ദർഭത്തിൽ, ആ ഒരു കണ്ണഞ്ചിപ്പോകുന്ന ആ ഒരു അവസാന നാളിലെ ദിവസത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തെ എല്ലാ മനുഷ്യന്മാരും ഈ ഒരു ചിന്ത ഉണ്ടാവുന്നതാണ്. എങ്ങോട്ടാന്ന് ഓടി, ഇതെന്താണ് ഈ ഭൂമിക്ക് എന്ത് പറ്റി എന്ന് മനുഷ്യൻ ആലോചിക്കുന്ന സന്ദർഭമാണ്. കല്ലാല വസർ, ഒരു രക്ഷയില്ല, എങ്ങോട്ട് ഓടിയിട്ടും കാര്യമില്ല. ഇല റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, അന്ന് എങ്ങോട്ട് ഓടാൻ പറ്റാതെ, മിണ്ടാൻ പോലും പറ്റാതെ കൂട്ടം കൂട്ടമായി അണിയണിയായി നടക്കുകയാണ്. എൻ്റെ നാഥൻ്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കൽ നിർബന്ധമാണ്. അങ്ങോട്ടാണ്. ഇല റബ്ബിക, റബ്ബിലേക്കാണ് അന്നത്തെ ദിവസം യാത്ര. വേറെങ്ങോട്ടും രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം അന്നത്തെ സാഹചര്യങ്ങളുണ്ടാവും. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ, അന്നാളിൽ അന്ന് ഞാൻ എന്താ ചെയ്തതെന്നും എന്താണ് ചെയ്യരുതാത്തത് എന്നതും അതിനൊക്കെ പറ്റിയൊക്കെ കൃത്യമായി അന്ന് മനസ്സിലാവും. മുമ്പ് ചെയ്തതും പിന്നെ ചെയ്തതും, ഖദ്ദമ വ അഖർ, ആദ്യം ചെയ്തതും രണ്ടാമത് ചെയ്തതും, അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ ചെയ്തേ ഭാവിയിൽ നമ്മളിനി ചെയ്യാൻ പോകുന്ന സംഗതികളും ഭൂതകാലത്ത് കഴിഞ്ഞു പോയ കാലത്ത് ചെയ്തതും എല്ലാം ജീവിതത്തിലെല്ലാം മനുഷ്യൻ അന്ന് അറിയും. അതിനുള്ള സംവിധാനം എന്തെന്ന് അള്ളാഹു ആലം. അത് അതിനെപ്പറ്റി നമ്മളാരും ടെൻഷൻ അടിക്കേണ്ട. അത് അള്ളാഹു ഏറ്റവും നല്ല ടെക്നോളജി, നമ്മൾക്കിപ്പോൾ ഇത്രയും ടെക്നോളജി വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ന്യായമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ റെക്കോർഡ് ചെയ്യുകയും ഇതൊക്കെ സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിൽ നമുക്കൊരു ടെൻഷനും വേണ്ടില്ല, ഒന്നും വിട്ടുപോയിട്ടുണ്ടാവില്ല. രാവും പകലൊക്കെ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അത് ആരിൽ നിന്നൊക്കെ നമ്മൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും തെറ്റായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിക്കപ്പെടുന്ന ദിവസമാണ്. അത് നമുക്കും മനസ്സിലാവും. പിന്നെ അവിടെ ഒരു വിചാരണക്ക് പോലും സാധ്യതയില്ലാത്ത വണ്ണം നമ്മുടെ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരുന്ന ദിവസമാണെന്ന്. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ, മനുഷ്യൻ തനിക്കെതിരെ താൻ തന്നെ തെളിവായിട്ട് മാറും. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ, താൻ കുഴിച്ച കുയിൽ താൻ തന്നെ വീഴാന്ന് പറയില്ല, അതുപോലെ നമ്മൾ നമുക്ക് തന്നെ തെളിവായിട്ട് മാറും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ആയത്തിന് ഒരു വിശദീകരണം കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു മാളിൽ കയറി, സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആദ്യമായിട്ട് കയറുകയാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്, ആരുമില്ല അല്ലേ, ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അവരുടെ പാത്രത്തിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്, സാധനങ്ങൾ ഇങ്ങനെ എടുക്കുന്നത്. നമ്മളും വേഗം കുറേ സാധനങ്ങൾ എടുത്ത് നമ്മുടെ ഒരു കവറിലും ചാക്കിലാക്കിയിട്ട് നമ്മൾ മെല്ലെ, ആരുമില്ലല്ലോ,
ഇവിടെ ഒരാളും സെയിൽസ്മാൻ ഒന്നുമില്ല, ഒക്കെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കണ, എല്ലാവരും എടുത്ത് പോകണു. നമ്മളും എടുത്തിട്ട് മാളിനെ പറ്റി ഒരു വിവരമില്ലാത്ത ഒരാൾ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ഒരു പിപ്പി 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 ഒരു സൗണ്ട് കേൾക്കുക. എന്താ സംഭവം? ബില്ലടിച്ചിട്ടില്ല. അപ്പോഴാണ് ബില്ലിനെ പറ്റി ഇങ്ങനെ സംവിധാനമുണ്ട്, ഇവിടെ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് എന്നൊക്കെ അറിയുന്നത്. ഇതുപോലെയാണ്, ഇത്ര തന്നെയാണ് ഈ ഭൂമിയിലെ ജീവിതം. ഒരു ഹൈപ്പർ മാർക്കറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് വിചാരിക്കുക. ഇവിടുന്ന് നമ്മൾ പലതും വാങ്ങും, പലതും. അപ്പോൾ ഇവിടെ ഈ ബില്ലടക്കേണ്ട സെഷൻ ഉണ്ട് എന്നുള്ള കാര്യം, അതായത് പിന്നെ ഒരു വിചാരണ ഉണ്ട് എന്നുള്ള കാര്യം നിഷേധിക്കുകയാണ് ഈ പരലോകം എന്നതിൻ്റെ പരലോക നിഷേധികൾ ചെയ്യുന്ന ഒരു വിഡ്ഢിത്തം. അതുപോലെയാണ്. പിന്നെ മനുഷ്യൻ തന്നെ തെളിവാവും. അപ്പോൾ ആ സെക്യൂരിറ്റിക്കാർ ചോദിക്കും, നീ ഒന്നും എടുത്തില്ലേ, ഈ സഞ്ചിയിലൊക്കെ എന്താണ്? അതൊക്കെ ഇവിടെ നിന്നുള്ള സാധനം തന്നെയല്ലേ? അതാ ഇവിടെ CCTV കാണുന്നത്, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വല്ലതും പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്, അവർ പറയും പോക്കറ്റിലിട്ടതുകൊണ്ട് വീഡിയോയിൽ, അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് പുറത്തിട്ടോ, ഒന്നെങ്കിൽ ബില്ലടക്കുക അല്ലെങ്കിൽ ഇവിടുന്ന് പോയിക്കോളണം അവർ പറയും. അതുപോലെ മനുഷ്യൻ തനിക്ക് തന്നെ തെളിവായിട്ട് പരലോകത്ത് നമ്മുടെ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളൊക്കെ അവിടെ കാണിക്കപ്പെടുന്ന സന്ദർഭമായിരിക്കും. അവൻ എന്തൊക്കെ ഒഴിവ്, അവിടെ എക്സ്ക്യൂസുകളില്ല, അവിടെ എക്സ്ക്യൂസിലാണ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇവിടെയൊക്കെ. ഇപ്പം ഒരു കുട്ടിയുടെ കാര്യം എടുക്കുക. സ്കൂളിൽ ക്ലാസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഒരു കുട്ടി ടീച്ചറുടെ മുമ്പിൽ സോറി പ്ലീസ് സോറി, ഞാൻ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ. ഇപ്പം ലേറ്റായിട്ട് സ്കൂളിൽ വന്നൊരു കുട്ടി പറയും, എനിക്ക് ബസ് കിട്ടിയില്ല, ബസ്സിന് കുറ്റം, റോഡിന് കുറ്റം, ചെളിയായിരുന്നു, മഴയായിരുന്നു, ഇതൊക്കെ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ പരലോകത്ത് എക്സ്ക്യൂസുകളില്ല. അപ്പോൾ ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾ, തെറ്റായ കാര്യങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ, നാവ് കൊണ്ടാവട്ടെ, കണ്ണുകൊണ്ടാവട്ടെ, മനസ്സുകൊണ്ടാവട്ടെ, മനസ്സുകൊണ്ടുള്ള തെറ്റും തെറ്റ് തന്നെയല്ലേ. നമ്മൾ വിചാരങ്ങൾ വരെ മാനസികമായിട്ട് മറ്റുള്ളവരെ പറ്റി ദുഷിച്ച ചിന്തകൾ നമ്മൾ വെച്ച് പുലർത്താൻ പാടില്ല. വന്നിന് വരെ ശിക്ഷയുണ്ട്. വന്ന് ചെയ്യുന്നത് ഇസ്മാണ് എന്നാണ്, തെറ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്രത്തോളം ഗൗരവത്തിൽ നമ്മുടെ ചിന്തകൾ വരെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഗൗരവം. ഇന്ന ബാളൊന്നി ഇസ്മുൻ, അത് കുറ്റമാണ്. ഒരാളെ പറ്റി ആവശ്യമില്ലാതെ നമ്മൾ ചിന്തിച്ച് ഊഹിക്കാൻ തന്നെ പാടില്ല. നമ്മളൊരാളോടൊരു കാര്യം പറഞ്ഞു, ഇനി പോകുമ്പോൾ ആ സാധനം ഒന്ന് ഇങ്ങോട്ട് വാങ്ങിയിട്ട് വരണേ, ഞാൻ അവിടെ ഇല്ലേ, ടൗണിലില്ലേ, ഒന്ന് വാങ്ങി വരണേ എന്ന് പറഞ്ഞു. ഉടനെ അയാൾ പറഞ്ഞു എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കുക, ഞാൻ ഇത്രയും കാലം ഈ ഒരുപാട് ഉപകാരം ചെയ്തിട്ട് അതൊന്ന് ചെയ്തു തരാൻ പറഞ്ഞിട്ട് എന്ത് മനുഷ്യനാണ്. ഇങ്ങനെ ചിന്തിക്കരുത്. അയാളുടെ സാഹചര്യത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾക്കറിയില്ലാത്ത കാര്യത്തെപ്പറ്റി ചിന്തിക്കരുത്. ഇങ്ങനെയുള്ള ചിന്തകളാണ് വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ, ബാപ്പയും മക്കളും, എല്ലാ ബന്ധങ്ങളുടെയും തകർച്ചയിലേക്ക് വരുന്ന ഈ സാമൂഹ്യ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഈ ചിന്തകളാണ്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, അൺവാണ്ടഡ് തിങ്സ്, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ലോക മുസ്ലിം സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശേഷിച്ചത് പറയാണ്. പക്ഷെ നമ്മളോടും കൂടിയാണ് ലിസാനക ലിതഅജല ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ ഖുർആൻ, കാരണം ഇത് വിട്ടുപോകരുത്, വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇങ്ങനെ നാവ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ബൈഹേർട്ട് ചെയ്ത് അതിങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുന്നത് ശ്രദ്ധയിൽ പെട്ടുകൊണ്ടാവണം. അള്ളാഹു പറഞ്ഞു, നീ നാവ് പഠിപ്പിക്കേണ്ടതില്ല, ഇത് മനഃപ്പാഠമാക്കാൻ വേണ്ടിയിട്ട് നാവ് ചലിപ്പിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്ന അലൈന ജംഅഹു വ ഖുർആന, ഇതിൻ്റെ സമാഹരണവും ഇത് ഓതിത്തരലും ഒക്കെ നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിൽ വിഷമിക്കേണ്ടതില്ല, അതിൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും എടുക്കേണ്ടതില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്ന അലൈന ജംഅഹു, ഇത് എൻ്റെ ബാധ്യതയാണ്. അള്ളാഹു ആ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ്. നോക്കൂ, ഖുർആൻ ഇന്ന് ലോകത്തെല്ലായിടത്തും, മക്കയിലും മദീനയിലും അല്ലല്ലോ, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വിശുദ്ധ ഖുർആൻ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടോ, നാടുകളുണ്ടോ? എല്ലായിടത്തും മുസ്ലിങ്ങൾ അവിടെയൊക്കെ ഉണ്ടോ, പള്ളികൾ അവിടെയൊക്കെ ഉണ്ടോ? അവിടെയൊക്കെ ഈ ഖുർആനില്ലേ? ഖുർആൻ അവിടെയൊക്കെ പുസ്തക രൂപത്തിലുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഹൃദിസ്ഥമാക്കി. ഒരു പുള്ളി വ്യത്യാസമുണ്ടോ? ഞാനിത് അവിടെ ഖുർആനാന്ന് പറയുമ്പോൾ ഖാഫിൻ്റെ മേലെ ലൊമ്മുണ്ട്. ലോകത്തെല്ലാ ഖുർആനിലും ഈ ലൊമ്മുണ്ട്. അവിടെ ഒരു പുള്ളി വ്യത്യാസമില്ലാതെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ സത്യമാണ് എന്നതിന്, വിശുദ്ധ ഖുർആൻ സത്യമാണെന്നതിന്, പരലോക ജീവിതം സത്യമാണ്, ഇതിനേക്കാൾ വലിയ മുഅ്ജിസത്ത് ഇനി വേറെന്താ വേണ്ടത്? ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന. അതുകൊണ്ട് ഫഇദാ ഖറഅനാ, ഇത് ഓതിത്തന്നാൽ ഫത്തബിഅ ഖുർആന, ഖുർആനെ നീ പിന്തുടരുക. അപ്പോൾ ഇവിടെ ഖുർആനെ പിന്തുടരുക പറഞ്ഞാൽ അതിൻ്റെ പാരായണം പിന്തുടരാൻ മാത്രമല്ല പറയുന്നത്, ഖുർആനാകുന്ന സന്ദേശത്തെ പിന്തുടരാൻ കൂടിയാണ് പറഞ്ഞത്. അപ്പം ഖുർആൻ എന്തിനാന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഹിഫ്ള് കോളേജ്, മലപ്പുറത്തെ ഒരു ഹിഫ്ള് കോളേജിൽ പോയപ്പോൾ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഖുർആൻ പഠിക്കുന്നത്? ഖുർആൻ എന്തിനാണ് അവരോട് ചോദിച്ചു.
അപ്പോൾ ഖുർആൻ എന്തിനാ ചോദിച്ചോ, അവർ പറയാം ഇത് ഖുർആൻ ഓതാൻ അല്ല. ഖുർആൻ എന്തിനാണ്? ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ. ഖുർആൻ എന്തിനാണ്? ഓതി ഓരോ ഹർഫിനും 10 കൂലി. അതിനല്ല, അതല്ല മുഖ്യ ഉദ്ദേശം. ഖുർആൻ ഇത്തിബാ ചെയ്യാനാണ്. ഫത്തബിഅ ഖുർആന, ഇത്തിബാ ചെയ്യാൻ. ആ ഖുർആനെ ഇത്തിബാ ചെയ്യുക, അഥവാ അതിനെ ഫോളോ ചെയ്യുക, അതനുസരിച്ച് ജീവിക്കുക, അത് തദബ്ബുർ ചെയ്യുക, ജീവിതത്തിൽ പകർത്തി ഖുർആനായിട്ട് ജീവിക്കാനാണ് അള്ളാഹു ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സുമ്മ ഇന്ന അലൈന ബയാന, അത് വ്യക്തമാക്കി അതിൻ്റെ കാര്യങ്ങൾ വിശദമായ കാര്യങ്ങൾ വ്യക്തമാക്കി തരൽ എൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ലോക ജനതയോടും വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് അനുധാവനം ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനും അത് വ്യക്തമാക്കി അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനും വേണ്ടിയാ. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, എന്നാൽ നിങ്ങൾ ഈ താൽക്കാലികമായി ഇപ്പോഴുള്ള ഈ ഒരു സംഗതികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഫ്യൂച്ചറിലുള്ള, അപ്പോൾ നല്ലൊരു ബിസിനസ്മാൻ എപ്പോഴും ചിന്തിക്കുക ഇപ്പോഴത്തെ ലാഭത്തേക്കാൾ. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഹോട്ടൽ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് തുടങ്ങാതൊക്കെ ചെയ്യാം. നല്ലൊരു ബിസിനസ്സാൻ ഫ്യൂച്ചറും കൂടെ കാണും. ഇവിടെ വലിയ ടൗൺഷിപ്പ് വരും, അവിടെ അത് വരും, ഇവിടെ അത് വരും, അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് നല്ല ബിസിനസ് ഉണ്ടാവും. അങ്ങനെ ഭാവി കൂടെ കണക്കാക്കും. ഇപ്പോഴുള്ള കാര്യം നോക്കല്ല. അപ്പം ഇവിടെ കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, നിങ്ങളിപ്പോഴുള്ള കാര്യത്തിലാണ്, അതായത് ദുനിയാവ് മാത്രമാണ്, ക്ഷണികമായ ദുനിയാവിൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് പരലോക ജീവിതം വേണ്ടാന്ന് വെക്കരുത്. പരലോക ജീവിതമാണ് ഗുണം, അതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. വതദറൂനൽ ആഖിറ, നിങ്ങൾ പരലോക ജീവിതത്തെ വിസ്മരിക്കുകയാണ്, നിങ്ങൾ അവഗണിക്കുകയാണ്. വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ വുജൂഹുൻ യൗമഇദിൻ നാദിറ. എന്നാൽ ചില മുഖങ്ങൾ അന്ന് നാദിറയായിരിക്കും. നാദിറ എന്ന് പറഞ്ഞാൽ പ്രസന്നമായിട്ട്. ഇതും ഇതേ സ്വഭാവത്തിൽ മറ്റൊരായത്തിൽ നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ തന്നെ പറഞ്ഞിടും, പ്രസന്നമായ മുഖം. അപ്പോൾ അന്ത്യനാളിൽ മുഖം പ്രസന്നമാകുന്നത് അങ്ങനെ ജീവിച്ചവരാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചവരാണ്, തോന്നിയ പോലെ ജീവിച്ചവരല്ല. ഇലാ റബ്ബിഹാ നാദിറ, അവർ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. അവർ ഈ ആജില നോക്കിയവരല്ല. ദുനിയാവിലെ ക്ഷണികമായിട്ടുള്ള ഈ ദുനിയാവിലേക്കല്ല അവരെ കണ്ണ് പോയത്. അവരുടെ കണ്ണ് മുഴുവൻ പരലോകത്തേക്കായിരുന്നു. ആ പരലോകത്തേക്കുള്ള കണ്ണിൽ ദുനിയാവിലെ ജീവിതത്തെ ശരിപ്പെടുത്തിയെടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ അള്ളാഹു ആയിരുന്നു വലുത്. അവർ കുടുംബജീവിതം നയിച്ചപ്പോൾ, അവർ അങ്ങാടി പോയപ്പോൾ, അവർ ബിസിനസ് നടത്തിയപ്പോൾ, ആളുകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ, അവർക്ക് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ, അപ്പോൾ അവരുടെ കണ്ണ് അള്ളാഹുവിലേക്കായിരുന്നു. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ലഭിക്കും. അവർ പ്രസന്ന മുഖങ്ങളുമായിട്ട് അവിടെ എത്തും. വജൂഹുൻ യൗമഇദിൻ ബാസിറ, എന്നാൽ ചില മുഖങ്ങൾ ബാസിറയായിരിക്കും. ബസിറനെ കറുത്ത് കരുവാളിച്ച് വിഷമിച്ച് ദുഃഖിച്ച് പ്രയാസപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ചില മുഖങ്ങൾ. തദുന്നു അൻ യുഫ്അല ബിഹാ ഫാഖിറ, അവർ വലിയെന്തോ ആപത്തിൽ കുടുങ്ങിയ പോലെ അല്ലേ, ആരും അറിയാതെ മോഷ്ടിച്ച് കള്ളന്മാർ ഒരു ബാങ്ക് മോഷണം കുത്തി തുറന്ന് പൈസ എടുത്ത് രക്ഷപ്പെട്ട് CCTV ഉള്ളവർ കണ്ടില്ല, പോലീസ് പിടിച്ചു, അറസ്റ്റ് ചെയ്തു, കോടതിയിൽ കൊന്നു, കേസ് വലിയ ശിക്ഷക്ക് ജീവപര്യന്തം തടവ് അല്ലെ വലിയ 10 വർഷം തടവ്, 25 ലക്ഷം ഫൈൻ അടക്കണം, ഇങ്ങനെ വലിയ ശിക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ മുഖം എത്രത്തോളം ഭയാനകത എന്നറിഞ്ഞതായിരിക്കും. അതിനേക്കാൾ ഭീകരമായ ശിക്ഷകളാണ് മുമ്പിൽ വരുന്നത്. തദുന്നു അൻ യുഫ്അല ബിഹാ ഫാഖിറ, അവരുടെ മേൽ വലിയ വിപത്ത്, ഫാഖിറ വൻ വിപത്ത് വരാൻ പോവുകയാണെന്ന് അവരറിയുന്നു. കല്ലാ ഇദാ ബലഗതിത് തറാഖീ, മാത്രമല്ല ജീവന് തൊണ്ടക്കുഴിയിലെത്തുന്ന സന്ദർഭം, മരണത്തിൻ്റെ സന്ദർഭം, ജീവൻ ഇങ്ങനെ അവസാനിച്ച് ഈ തൊണ്ടക്കുഴി എന്ന് പറഞ്ഞൊരു അവസരമുണ്ട്. ഈ മരിക്കുന്ന ആളുകളെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. മരിക്കുന്ന റൂഹിൻ്റെ അവസാനം അങ്ങോട്ട് വായുടെ ഈ ഭാഗത്തുനിന്ന് തൊണ്ടക്കുഴിയിലെത്തുക എന്ന് പറഞ്ഞാൽ അവസാനം ഒരു വലിവുണ്ട്, ലാസ്റ്റ് ഒരു വലി, അതോടുകൂടി തീരുകയാണ്. ആ റൂഹ് അങ്ങനെ, ആത്മാവ് അങ്ങനെ അങ്ങോട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന്, ദേഹത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്ന അവസാന സന്ദർഭത്തെ പറ്റി അവിടെ പറയുന്നു. വഖീലമൻ റാഖ്, ഇനി ആരാണ് എനിക്കൊന്ന് മന്ത്രിച്ചൂതാൻ,
ആരാണ് എനിക്കൊന്ന് മന്ത്രിച്ചോതി എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഇതിന്ന് ഒരു ദിവ്യഹസ്തവുമായിട്ട് ഇനി ആര് വരാനുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സന്ദർഭമായിരിക്കും അത്. അന്ന് പറമ്പിനെ പറ്റി ആലോചിക്കൂല, വീടിനെ പറ്റി ആലോചിക്കൂല, മക്കളെ പറ്റി ആലോചിക്കൂല, ഭാര്യയെ പറ്റി ആലോചിക്കൂല. ദുനിയാവിലെ ഇപ്പോൾ സ്വർണത്തിൻ്റെ ഒരു മല തന്നെ കയ്യിലുണ്ടെങ്കിലും, കോടികൾ ആസ്തി ഉണ്ടെങ്കിലും അതിനെപ്പറ്റി ഒന്നും, അല്ലെങ്കിൽ കിട്ടിയ ബഹുമതികളെയും സർട്ടിഫിക്കറ്റുകളെയും അവാർഡിനെ പറ്റി അതിനൊന്നും പറ്റി ചിന്തിക്കൂല. അവസാനം എന്നെ ആരാ ഇതൊന്നും രക്ഷപ്പെടുത്താൻ എന്ന് ചിന്തിക്കുന്ന അവസാന സന്ദർഭമല്ലേ വظن أنه الفراق, ഇതെൻ്റെ വേർപാടാണ് എന്ന് തിരിച്ചറിയുന്ന സന്ദർഭം, ഇത് ഞാൻ മരിക്കുകയാണ് എന്ന്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കാർക്കെങ്കിലും മരണം ജീവിതത്തിൽ ഉറക്കത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? മരിക്കുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? കണ്ടവരുണ്ടെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് നമ്മളിങ്ങനെ മരിക്കുന്നത് സ്വപ്നം കാണുക, അങ്ങനെ കണ്ടവരൊക്കെ ഉണ്ട്. കാരണം ആ ഒരു മുഹൂർത്തം ഭയാനകമായൊരവസ്ഥ. എന്നിട്ട് ഞെട്ടി എണീറ്റിട്ട് ഇനി മരണസമാനമായ സാഹചര്യം മുമ്പിൽ കണ്ടവരുണ്ടാവും. അത്രക്കും ആശുപത്രിയിലോ ICUയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അപകടം പറ്റി ഞാനിതാ പോകുന്നതെന്നൊരവസ്ഥ എന്ന് ഞെട്ടി ഉണർന്നിട്ട് പിന്നെ തൗബ ചെയ്ത് സുജൂദിൽ വീണ സന്ദർഭങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നമ്മൾ പിന്നെ നിസ്കരിക്കുകയും കൂടുതൽ അള്ളാഹുവായിട്ട് അടുക്കുകയൊക്കെ ചെയ്ത സന്ദർഭങ്ങൾ. അപ്പോൾ ആ ഒരവസ്ഥ, ഇതെൻ്റെ വേർപാടാണ് എന്ന് തിരിച്ചറിയുന്ന അവസ്ഥ. വൽതഫതി സാഖു ബിസ്സാഖ്, കണങ്കാലുമായി കൂട്ടിച്ചേർന്ന് പിണയുക. ഈ മരിക്കുന്ന ആളുടെ കാലിങ്ങനെ അവസാനം റൂഹെടുക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു ഇങ്ങനെ വലിച്ചൂരിയെടുക്കുന്ന പോലെ. അപ്പോൾ ആ കണങ്കാലിങ്ങനെ കാല് രണ്ടും ഇങ്ങനെ കൂട്ടി വരുതും. ഒരു മായന അതാണ്. പിന്നെ രണ്ട് മരിച്ചവരുടെ കണങ്കാല് രണ്ടും കൂട്ടി കെട്ടാറുമുണ്ട് മരണശേഷം. രണ്ടും ഇവിടെ സൂചിക്കുക. സാക്കു ബിസാക്ക, കണങ്കാലുമായിട്ട് കൂട്ടി ചേരുന്ന അല്ലെങ്കിൽ കൂട്ടി പിണയുന്ന സന്ദർഭം. മരിക്കുന്ന ആളുകൾ ആ കാലിങ്ങനെ വരുതുന്ന കാഴ്ച കാണാറുണ്ട്. അവസാന സമയം കാലിങ്ങനെ ഇങ്ങോട്ട് മസിൽ വെച്ച് ഞരമ്പ് വരിഞ്ഞു മുറുകി ആ അവസാന സന്ദർഭം. ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്, അന്നാണ് തൻ്റെ റബ്ബിലേക്ക് നയിക്കപ്പെടുന്ന സമയമാണത്. അതാണ് ആ റബ്ബിലേക്ക് നയിക്കപ്പെടുക എന്നുള്ള സമയം. അപ്പോൾ ഈ മരണശേഷം റബ്ബിലേക്കാണ് പോക്ക് എന്നുള്ളതിൻ്റെ ഒരു ആധികാരിക ആയത്തുകൂടിയായിട്ട് നമ്മളിതിനെ പരിഗണിക്കണം. നമ്മുടെ ജീവിതം അവസാനം ഖബറിലല്ല ജീവിതമുള്ളത്, ബർസഖ് ജീവിതമാണ്. ഖബർ പോയിച്ച് നോക്കിയാൽ എന്തുണ്ടാവും? ആ കല്ലും മണ്ണും തന്നെയല്ലേ. നമ്മൾ പോകുന്ന മറ്റൊരു ലോകത്തേക്കാണ്, റൂഹുകളുടെ ലോകത്തേക്കാണ്. അവിടെ ശരീരം അവിടെ ഇല്ല, ശരീരം അവിടെ അപ്രസക്താണ്, ശരീരം ഇല്ല. ശരീരം പിന്നെ ഉണ്ടാവുന്നത് ഖിയാമത്ത് നാളിന് ശേഷമുള്ള ഈ സൂറെന്ന കാഹളത്തിൽ ഊതുന്ന ശേഷമുള്ള പിന്നുള്ള പുനരുദ്ധാന സന്ദർഭത്തിലാണ് ഈ ശരീരത്തോടെ നമ്മൾ ചേരുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ മണ്ണിൽ തന്നെയാണ്. ആ മണ്ണിൽ തന്നെ മണ്ണോട് നമ്മുടെ ഭൗതിക ശരീരം ഇവിടെ ചേരുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഒന്നിച്ച് ചേരുന്ന പിന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഉറങ്ങിക്കിടക്കുന്നത്, ഉറക്കത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മരണശേഷം ഉണ്ടാവുക. അത് നമ്മൾ ഭയാനകമായ ഒരവസ്ഥയിലേക്ക് നമ്മളാരും മരണത്തെ നമ്മൾ ഒരിക്കലും കാണുകയും ചെയ്യാൻ പാടില്ല. കാരണം മരണം നമ്മൾ സത്യവിശ്വാസം മുഅ്മിനീങ്ങൾ ഈ ഭയാനകതൊക്കെ ഉണ്ട്. അതൊക്കെ ആർക്കാണ്? നരകം കണ്ട് മരിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതങ്ങനെ ജീവിച്ചവർക്കാണ്, അത് അവർ അനുഭവിച്ചോളും. നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഈ സത്യവിശ്വാസികളായി 5 നേരം നിസ്കരിക്കുകയും വളരെ ആത്മാർത്ഥമായിട്ട് ഒരു രീതിയിലും തെറ്റ് ചെയ്യാതെ വളരെ നല്ല രീതിയിൽ വിശ്വാസിയായി നല്ല ഈമാനോടെ ജീവിക്കുന്ന ആളുകൾ വരെ ചില വയലൊക്കെ കേട്ടിട്ട് മരണം വലിയ പേടിയാണ്, പഠിച്ചവനെ മരിക്കുമോ എന്ന് പറഞ്ഞ് വിചാരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയല്ല, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. നമ്മൾ മരണത്തെ സ്വാഗതം ചെയ്യുന്നവരായിരിക്കണം വിശ്വാസി. മരണഭയം നമുക്ക് ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഇപ്പോൾ മരിച്ചാലും ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ അല കുല്ലി ഹാൽ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. നിങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മരിക്കുകയാണ് അൽഹംദുലില്ലാ അല കുല്ലി ഹാൽ. നമ്മൾ ഈ നാട്ടിലുള്ള ഇവിടുത്തെ ദുനിയാവിനോട് കെട്ടിപ്പണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരിക്കാനൊക്കെ പേടിയാണ്. പിന്നെ മരണം നമുക്കൊരു ഭയമാണ്. സ്നേഹം ഓവറാവാൻ പാടില്ല. മക്കളോടും ഭാര്യയോടും സ്നേഹിക്കണം, അതൊന്നും വേണ്ടെന്നല്ല. പക്ഷെ അത് ഒരു തരം ആത്മീയമായിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതോടുകൂടെ ഇതുമായിട്ടുള്ള ബന്ധമൊക്കെ ഈ പണത്തോടും സമ്പത്തിനോടൊക്കെ ഉള്ള ഒരു പ്രേമം, ഇഷ്ടം, സ്നേഹം, പ്രേമമൊക്കെ വേറെ വ്യത്യസ്തമായത് ഒരു പ്രേമാവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. അതില്ലാതെ നമുക്ക് പറ്റില്ല എന്ന രീതിയിലേക്ക് നമ്മൾ ദുനിയാവിനായിട്ട് പ്രണയിച്ചു പോയാൽ പിന്നെ നമുക്ക് വേർപാട് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും.
അല്ലേ? ഇതുപോലെ ഒരാണും പെണ്ണും തമ്മിൽ ഒരു വല്ലാത്ത ഒരു പ്രേമത്തിലെത്തിക്കഴിഞ്ഞാൽ അവർ അവർ അവരിങ്ങനെ ഒരുമിച്ച് കുറച്ച് കാലം ജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഡിവോഴ്സ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. വലിയ മാനസികമായിട്ട് വല്ലാത്ത വിഷമം അനുഭവിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഡിവോഴ്സ് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? അത്രയും അവരെ ഇഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അടുപ്പം കൂടുന്നതിനനുസരിച്ച് വേർപാടിൻ്റെ വേദനയും കൂടും. അതുകൊണ്ട് ദുനിയാവിനും നമ്മളങ്ങോട്ട് ബൈ പറഞ്ഞേക്കും. ഇവിടെ ഉള്ള ഒന്നും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഹൃദയബന്ധം വല്ലാതെ അങ്ങോട്ട് കൂട്ടണ്ട. ഈ ദുനിയാവുമായിട്ടുള്ളത് നമ്മുടെ വാഹനം, നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നമ്മുടെ ബിസിനസ്, അതിനോടൊക്കെ വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കണ്ട. കാരണം ഇതൊക്കെ നമ്മളൊരു ടെമ്പററി ലൈഫിന് വന്നവരാണെന്നും ഇന്നല്ലേ നാളെ അവിടെ നിന്ന് പോകേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടി മാത്രം ഓരോന്നിനെ നമ്മൾ സമീപിച്ചാൽ നമുക്ക് വേർപാട് ഈസിയാവും. മരണവും നമ്മൾ സ്വാഗതം ചെയ്യും. പോകാനുള്ളപ്പോൾ ഒരു പ്രവാസിയായ ഒരു മനുഷ്യൻ ഗൾഫിൽ അധ്വാനിച്ച് ജീവിക്കുമ്പോൾ അവൻ നാട്ടിൽ വീടുണ്ടാക്കി സെറ്റ്, അവനിങ്ങനെ നാട്ടിലാണ് അവൻ്റെ മനസ്സ് മുഴുവൻ ഫുൾ ടൈം. രാത്രി എത്തിയാൽ വീട്ടിൽ വിളിക്കലായി, മക്കളോട് സംസാരിക്കലാണ്, ഭാര്യയോട് സംസാരിക്കലാണ്, വീട്ടിൽ വീടുണ്ടാക്കാൻ തറ കെട്ടുന്നു, ഫൗണ്ടേഷൻ ഇടുന്നു, അങ്ങനെ ഓരോ പ്ലാനും കാര്യങ്ങളുമായിട്ട് ജീവിക്കുന്ന ആൾ അങ്ങനെ അവസാനം ഏകദേശമൊക്കെ ആയാൽ അമലുകളൊക്കെ ഒരുവിധമായി നാട്ടിലേക്ക് സെറ്റിൽമെൻറ്റിനേക്കുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ടിക്കറ്റ് കിട്ടിയ സന്തോഷമല്ലേ? അതുപോലെ നാളത്തേക്ക് അമലുകളുമായിട്ട് ജീവിക്കുന്നവർ, 5 നേരം നിസ്കരിക്കുന്നവർ, അള്ളാഹുവോട് നല്ല രീതിയിൽ എല്ലാ അർത്ഥത്തിലും അള്ളാഹിൻ്റെ ദിക്റിലും ഫിക്റിലും ജീവിക്കുന്നവർ, അമല് ചെയ്യുന്നവർ, തെറ്റ് ചെയ്യാത്തവർ, നല്ലത് കാണുന്നവർ, നല്ലത് പറയുന്നവർ, നല്ലത് കേൾക്കുന്നവർ, നല്ലത് ചിന്തിക്കുന്നവർ, സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നേരത്തെ വിളിച്ചാൽ അത്രയും നല്ലത് എന്നല്ലേ ചിന്തിക്കുക. അവിടെയല്ലേ ജീവിതം. ഇതെന്ത് ജീവിതം? അതാണ് ജീവിതം. അതുകൊണ്ട് ആഖിറത്തിന് മുൻഗണന കൊടുത്തവർക്ക് ഇതൊന്നും വിഷയമല്ല. ഫലാ സ്വദ്ദഖ വലാ സ്വല്ല, അവൻ ഇതിനെ സത്യത്തെ അംഗീകരിച്ചതുമില്ല. വലാ സ്വല്ല, അവിടെ നിസ്കാരത്തെ ഇവിടെ ഗൗരവത്തിൽ പറഞ്ഞു എന്നുള്ളതാണ്. ഈ അന്ത്യനാളിൻ്റെ വിഷയമൊക്കെ പറയുമ്പോഴും പരലോക ജീവിതത്തിലേക്കുള്ള അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് മരണമാണല്ലോ. മരിച്ചിട്ട് വേണമല്ലോ അങ്ങോട്ട് പോകാൻ. ആ മരണവേദന മരണത്തിൻ്റെ കണങ്കാലുമായി ചേരുന്ന അവസാന സന്ദർഭത്തിൽ ഫലാ സ്വദ്ദഖ വലാ സ്വല്ല, അവൻ നിസ്കരിച്ചില്ല എന്നാണ് പറയുന്നത്. നിസ്കാരത്തെ എത്രത്തോളം നമ്മൾ പ്രാധാന്യത്തോടെ കാണണം. നിസ്കാരമല്ലേലും ഒന്നുമില്ല സഹോദരന്മാരെ. ഇത് കേൾക്കുന്ന എല്ലാവരും നിസ്കരിക്കുന്നവരായിരിക്കും, അല്ലാത്തവരിത് കേൾക്കാൻ വരില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. നിസ്കരിക്കുന്നവർ കുറച്ചുകൂടെ കണിശത പുലർത്തുക. നിസ്കാരത്തിൽ കണിശത എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങാക്കി മാറ്റാതിരിക്കുക, അതൊരു ആത്മീയ അനുഭവമാക്കി അള്ളാഹുവിലേക്കുള്ള മുനാജാത്താക്കി, അള്ളാഹുവിലേക്കുള്ള മുലാഖാത്തായിട്ട്, അള്ളാഹുവോടുള്ള സ്നേഹ സംഭാഷണമായിട്ട് ഇഷ്ടത്തോടെ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അല്ലാതെ ചെയ്താൽ അപ്പോൾ വയലാണ്, നാശമാണ്, അത് നമുക്കറിയണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിസ്കാരക്കാരായിട്ട്, യഥാർത്ഥ നിസ്കാരക്കാരായിട്ട് നമ്മൾ മാറുകയും വേണം. ആ വലാ സ്വല്ല എന്നിവിടെ എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. സദ്ദഖ, നിങ്ങൾ ഇതിനെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഏതിനെ സത്യപ്പെടുത്തേണ്ടത്? പരലോക ജീവിതത്തിന് അനുഗുണമായ രീതിയിൽ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കണം. പരലോകം ഉണ്ട് എന്ന് പറയലല്ല സത്യം. വിശ്വാസം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് കർമ്മവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ മാത്രമേ വിശ്വാസം പൂർണ്ണമാവുള്ളൂ. ആമനു ആമിലു സ്വാലിയാത്താണ്. വലാകിൻ കദ്ദബ വതവല്ല, എന്നാൽ അവർ തിരിഞ്ഞു കളഞ്ഞു, അവരിതിനെ കളവാക്കി. ثم ذهب إلى أهله يتمطى, അവൻ അഹങ്കരിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം അഹ്ലിലേക്ക് അവൻ നടന്നു നീങ്ങി. എന്ന് പറയുമ്പോൾ അവൻ തൻ്റെ കുടുംബത്തിലേക്ക്, തൻ്റെ നാട്ടിലൊക്കെ വലിയ ആളാണ്, വലിയ കുടുംബം, തറവാട്, സമ്പത്ത്, എല്ലാ സൗകര്യങ്ങളും, അഹങ്കാരത്തോടെ അവൻ ജീവിച്ചു. ഔലാ ലക ഫഔല, അത് തന്നെയാണ് നിനക്ക് ഏറ്റവും പറ്റിയതും. ഏത്? ചെയ്ത പണി തന്നെ എനിക്ക് പറ്റിയത് എന്ന്. ഏത്? അങ്ങനെ ജാടയിലും പൊങ്ങച്ചത്തിലൊക്കെ കുടുംബത്തിൽ ജീവിച്ചല്ലോ നാട്ടിൽ. സുമ്മ ഔലാ ലക ഫൗല, നിനക്ക് അത് തന്നെയാണ് പറ്റിയത് എന്ന് കളിയാക്കുകയാണ് അള്ളാഹ്. അത് നീ ചെയ്ത ആ പണി തന്നെയാണ് എനിക്ക് നല്ലത്. അങ്ങനെ അതിനെ എന്നെ കൊണ്ട് കഴിയൂ. അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ, മനുഷ്യൻ വിചാരിച്ചോ അങ്ങനായിട്ട് ഫ്രീ ആയിട്ട് എന്നെ അങ്ങോട്ട് വിടുന്ന്? നീ ഇങ്ങനെ നിഗളിച്ചിങ്ങനെ ദുനിയാവിൽ നടക്കുമ്പോൾ ആ നടത്തത്തിൽ അങ്ങനായിട്ട് നിഗളിപ്പ് ഇങ്ങനായിട്ട് തുടരാൻ എന്നെ വിടുന്നാണോ നീ വിചാരിക്കുന്നത്? അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംന, ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചില്ലേ അള്ളാഹു? അതിനെപ്പറ്റി നീ ചിന്തിച്ചു
നോക്ക്. സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ. നിന്നെ പടിപടിയായിട്ട് മാതാവിൻ്റെ ഗർഭാശയത്തിൽ 9 മാസവും ചില്ലറ ദിവസങ്ങളും അതിനുശേഷമുള്ള വളർച്ചയും ഇന്ന് നിന്റെ ശരീരം ഇത്ര വലുതായിട്ടുണ്ടെങ്കിൽ ഇത്രയും വലുപ്പത്തിലേക്ക് അള്ളാഹു കൊണ്ടുവന്നത് ഇതൊക്കെ അല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പണി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. വെറുതെ അല്ല, നീ ചെയ്യേണ്ട പണിയുണ്ട്, അത് നീ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിന്നെ വെറുതെ വിടാൻ പോണില്ല. ഫജഅല മിൻഹു സൗജൈനി ദകറ വൽ ഉൻസ. പിന്നെ ആണും പെണ്ണുമായിട്ട് തിരിച്ചത് ഗർഭാശയത്തിൽ തന്നെ അതിൻ്റെ തിരിവ് നടന്നിട്ടുണ്ട്, ആണോ പെണ്ണോ. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹയ്യൽ മൗത. അതൊക്കെയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മരിച്ച ആൾക്കാരെ ജീവിപ്പിക്കാൻ കഴിയുന്നു. ജീവിപ്പിക്കാൻ കഴിയൂല എന്ന് എങ്ങനെ നിങ്ങൾ പറയാ? നിങ്ങളെങ്ങനെ അങ്ങനെ ചിന്തിക്കുക? നിങ്ങളെന്താ പറയുന്നത്? ഇങ്ങനൊക്കെ അല്ല ഈ ചെറിയ ഗർഭാശയത്തിൽ ഒരു മനീയായ ഇന്ദ്രിയ കണത്തിൽ നിന്ന് സൃഷ്ടിച്ച് കുറ്റമറ്റ രീതിയിൽ വളർത്തി വലുതാക്കാൻ അള്ളാഹ്ക്ക് സാധിക്കുമെങ്കിൽ പിന്നെ പരലോക ജീവിതം ഉണ്ടാക്കാനും നിങ്ങളെ വീണ്ടും അതേ അവസ്ഥയിലേക്ക് ജീവിപ്പിച്ച് വളർത്തിയെടുക്കാനും അള്ളാഹുവിന് സാധിക്കും എന്ന് തന്നെയാണ് അവസാനത്തെ ആയത്തിൽ. പിന്നെ കഴിയൂല എന്നാണോ നിങ്ങൾ പറയണത് എന്ന് ഒരു ചോദ്യത്തോടെ സൂറത്തുൽ ഖിയാമ അവസാനിക്കുമ്പോൾ രണ്ട് ഖിയാമ. ഒന്നെങ്കിൽ നമ്മൾ ഇനി രണ്ട് ഖിയാമയിലാണ് നമ്മൾ അവസാനിക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ സാധാ പോലെ മരിക്കും. സാധാരണ എല്ലാവരും മരിക്കുന്ന പോലെ നമ്മുടെ ഖിയാമ, അത് നമ്മുടെ ഖിയാമയാണ്, യൗമുൽ ഖിയാമ. നമ്മുടെ അവസാനം അതാണ്, നമ്മുടെ വിധി ദിവസം അന്നാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ തലൻ്റെ മേലെ എഴുതി വെച്ച പോലെയല്ലേ അത്? കൗണ്ട് ഡൗൺ ഇട്ട് വെച്ച സംഗതിയാണത്. നമുക്ക് 10,000 ദിവസം കഴിഞ്ഞ് ആണ് നമുക്ക് ഫിക്സഡ് ഡേറ്റ് എങ്കിൽ 5,000 ഇപ്പോൾ കഴിഞ്ഞാൽ 5,000 അവിടെ ബാക്കിയുള്ളൂ. നമുക്കിനി കുറച്ച് ദിവസങ്ങളേ ഇവിടെ ഉള്ളൂ. നമുക്ക് പോകാനുള്ള ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ദിവസം. ഇനി അല്ല ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ അല്ലാഹ് വിധി തന്നാൽ എനിക്കും നിങ്ങൾക്കൊക്കെ ലോകാവസാനം കാണാം. ലോകാവസാനം കാണാൻ ഒരുപാട് കാഴ്ചയൊന്നും ഉണ്ടാവില്ല, ഒക്കെ പൊടുന്നതിനായിരിക്കും. ഇങ്ങനെ കുറേ നമുക്ക് വീഡിയോ എടുത്ത് റീൽസ് ഇടാനൊന്നും സമയം ഉണ്ടാവില്ല. ഒരു ഹദീസിലെ റിവായത്ത് പറയുന്ന കയ്യിലുള്ള സാധനം തിന്നാൻ നേരം ഉണ്ടാവില്ല എന്ന്. അത്രക്കും ലോകമെല്ലാം അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ്. എന്തിരുന്നാലും ഇൻഷാ അല്ലാഹ് ഇതൊക്കെ സംഭവിക്കും. ഒന്നുകിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ ലോകത്തിൻ്റെ അവസാനം, രണ്ടും നടക്കും. പരലോകം ഉണ്ടാവും. ആ ലോകത്ത് നമ്മുടെ ഈ ജീവിതത്തിലെ ദുനിയാവിലെ സകലമാന കാര്യങ്ങളും ചെറുതും വലുതും രഹസ്യം ചെറുത് ആരും കാണാതെ ചെയ്തത് കാണിച്ചു ചെയ്ത് എല്ലാറ്റിനും നാളെ കണക്ക് പറഞ്ഞ് ശിക്ഷ ലഭിക്കുന്ന സന്ദർഭമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചാൽ, അള്ളാഹിൻ്റെ ഇഷ്ടവും പൊരുത്തവും തേടി ജീവിച്ചാൽ നല്ല ഒരു ജീവിതമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. തെറ്റുകളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുക. പരമാവധി എന്ന് പറഞ്ഞാൽ തെറ്റുകൾ നമ്മൾ ന്യായീകരിക്കാൻ പോകാതിരിക്കുക. നമ്മളെപ്പോഴും ചെയ്യുന്നൊരു പരിപാടി, അതിവിടെ ആയത്തിലൂടെ അള്ളാഹ് എടുത്ത് പറഞ്ഞു, നമ്മളതിനെ ന്യായീകരിക്കല്ല ചെയ്യുക. ന്യായീകരിച്ചുകൊണ്ടൊന്നും കാര്യമല്ല. തെറ്റ് തന്നെയാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ, നാവ് കൊണ്ട് ഉള്ളത്, അതുപോലെ കണ്ണുകൊണ്ടുള്ളത്, മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ വലിയ അപകടമാണ്. അമലുകൾ ബാത്തിലാക്കുന്ന കാര്യമാണ് നാവ് കൊണ്ടുള്ള തെറ്റുകൾ. ഗീബത്തും നമീമത്തും പറഞ്ഞ് നടക്കൽ, അതൊക്കെ വളരെ സൂക്ഷ്മതയോടെ തഖ്വയോടെ ജീവിക്കുക. അള്ളാഹുവെ അതിനൊക്കെ ഞങ്ങളെ ആ അർത്ഥത്തിൽ ഞങ്ങളെ പാകപ്പെടുത്തിയെടുക്കാൻ, ഞങ്ങളുടെ മനസ്സിനെ അതിനുള്ള നിയന്ത്രണം അള്ളാഹു ഞങ്ങൾക്ക് നൽകണേ. അള്ളാഹ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ, നഫ്സുൽ ലവ്വാമയിൽ നിന്ന് നഫ്സുൽ മുത്മഇന്നയിലേക്ക് ചേക്കേറാൻ, ആ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സിനെ, എന്തൊരു രസമാണ് നിൻ്റെ ദീനനുസരിച്ച് കൊണ്ട് മാത്രം തെറ്റുകളൊന്നും ചെയ്യാതെ, തെറ്റുകളെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെ ജീവിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا يا رب العالمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.